ഹലോ, ഇന്ന് സൺഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കാൻ വൈകി. അവന് കൗശിക്ക് പോവാണ്ടിരുന്നു അബാക്കസിന്. അപ്പം രാവിലെ തന്നെ ശീബോധിയൊക്കെ വെച്ചത് ബാബുവേട്ടനാണ്. ഇന്ന് എണീറ്റ് രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കൗശിക്ക് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവ പോയി. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ പരിപാടികളിൽ മീനും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് ഷൂഡൻ്റെ ആൾക്കാർ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. ചെരുപ്പുകളൊക്കെ വെക്കാൻ അവിടെയും ഇവിടെയും വെച്ച് പിന്നെ അവർ വന്ന് അത് ഫിറ്റ് ചെയ്ത് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് ഞാൻ എന്തായാലും മുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ മുത്തശ്ശിക്കൂട്ടാട്ടോ തേക്കാറ് തലയിൽ. അപ്പോഴേക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വന്നിരുന്നു. ബാബുവേട്ടൻ അത് നന്നാക്കുകയാണ്. ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഇന്ന് പൊതിച്ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൗശി കുറേ ദിവസമായി. അങ്ങനെ അബാക്സ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇന്നിപ്പോൾ അവിടുന്ന് എന്താ അറിയില്ല തൈകൾ കൊടുത്തില്ല. ആര്യവേപ്പിൻ്റെ തൈ അവന് കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് അവൻ വന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പണികൾ തലയിൽ കുറച്ച് നേരം എണ്ണ പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് വേഗം അടുക്കളയിലേക്ക് ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടെ വിചാരിച്ചു. ചിക്കൻ ഉണ്ടാക്കാനും മീൻ ഫ്രൈ ചെയ്യാൻ കോഴിമുട്ട പൊരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പൊതിച്ചോറിന് ആദ്യം പൊതിച്ചോറ് കെട്ടി കുറച്ച് നേരം വെക്കണമല്ലോ. അതിന് വേണ്ടി മീൻ വറുത്തു, ചിക്കൻ കറി ഉണ്ടാക്കി ഡ്രൈ ആക്കി എടുത്തു. പിന്നെ ഞാൻ ഇല വേഗം വാട്ടിയിട്ട് ചോറൊക്കെ ആക്കി. പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കണതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ചോറും ഉപ്പേരി അച്ചാറും കോഴിമുട്ടയും ചിക്കനും മീനും ഒക്കെ ഇട്ടു. ഇല എന്നിട്ട് മടക്കി വെച്ചു കേട്ടോ കുറച്ച് നേരം. അപ്പോഴേക്ക് കൗശിക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ നമ്മളെ റെസിഡൻസിൻ്റെ ഇതിലൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി കുറച്ച് നേരം അവന് പിന്നെ പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടി ഇരുന്നു. അപ്പോഴേക്ക് പിന്നെ ഉച്ചയായി. പിന്നെ ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം പോയി കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴാണ് നല്ല മഴ. എവിടേക്കെങ്കിലുമൊക്കെ വൈകുന്നേരം ബീച്ചിലൊക്കെ ഇറങ്ങണം വിചാരിച്ചപ്പോൾ നല്ല മഴ. പിന്നെ ബാബുവിന് ചോദിച്ചു ചായ ഉണ്ടാക്കണില്ലേ എന്നൊക്കെ ചോദിച്ചത്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് പോയപ്പോൾ ഞാൻ ഇന്ന് കുറച്ചുകൂടി ചക്ക ഉണ്ടായിരുന്നു വരട്ടി വെച്ചത്. അതെടുത്ത് കുപ്പിയിലാക്കി ഫ്രീസറിലേക്ക് വെച്ചു. ബാക്കിയുള്ളത് കൊണ്ട് അട ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അതിന് നിന്നു. അപ്പോൾ ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ എനിക്ക് പണിയാണ് എന്നൊക്കെയാണ് ബാബുവിനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ തേങ്ങ പൊളിച്ചു തരാൻ പറഞ്ഞപ്പോഴേ ചെരുക്കി തരാൻ പറഞ്ഞു. അതിലുള്ള പൊങ്ങാണ് കേട്ടത്. നല്ല രസമാണ് അതിങ്ങനെ കഴിക്കാൻ. നിങ്ങളൊക്കെ എന്താ പറയുക അതിന്? ഞങ്ങളിവിടെ പൊങ്ങുന്ന കേട്ടോ പറയുക. പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ വിളക്ക് കൊളുത്തി. അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് സൗണ്ടിൽ ക്ലാസ് കേൾക്കുന്നുണ്ട് കൗശി ഇവിടെ. അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എക്സാമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സൺഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളത്. കുട്ടി ഒരു ഡേ മൈ ലൈഫാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.